ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. രാജുവും ഹൃദയവും കൂടെ പത്മാവതിയെ കാണാൻ വന്നിരിക്കുക. പത്മാവതി പറയാം, വിഷമിക്കാതെ മോളെ, മോള് ചെയ്തതായിരുന്നു ശരി. മോൾ അച്ഛൻ്റെ നമ്പർ എൻ്റെ ഫോണിൽ ബ്ലോക്ക് ചെയ്തിരുന്നതല്ലായിരുന്നോ? അതങ്ങനെ തന്നെ ഇരുന്നാൽ മതിയായിരുന്നു. ആ ബ്ലോക്ക് മാറ്റി ഞാൻ പ്രതാപേട്ടനോട് സംസാരിച്ചത് തന്നെയാണ് തെറ്റായി പോയത്. തെറ്റ് ആര് ചെയ്താലും ശിക്ഷ ഉറപ്പായിട്ടും കിട്ടും. പക്ഷെ എൻ്റെ കാര്യത്തിൽ അത് ഉടനെ തന്നെ കിട്ടിയല്ലോ. അത് കേട്ടിട്ട് രാജുവിന് ദേഷ്യം വരുത്. തെറ്റ് ചെയ്താൽ ഉടനെ തന്നെ ശിക്ഷ കിട്ടുമെന്ന് ഉറപ്പാണെങ്കിൽ ഈ തെറ്റുകളെല്ലാം ചെയ്തു കൂട്ടുന്ന അംബികാവർമ്മയ്ക്ക് എന്തുകൊണ്ട് ദൈവം ശിക്ഷ കൊടുക്കുന്നില്ല? അവരെന്താ ദൈവത്തെയും ബ്ലാക്ക്മെയിൽ ചെയ്യുവാണോ? അവർക്കുള്ളതൊക്കെ ദൈവം ഒരുമിച്ച് കൊടുക്കും രാജു. അതിന് യാതൊരു സംശയം വേണ്ട. സങ്കടത്തോടിരിക്കുന്ന ഹൃദയോട് പറയും, മോള് വിഷമിക്കാതെ, ഇതെന്തായാലും പരിഹരിക്കപ്പെടും. അല്ലെങ്കിലേ ഇതെന്റെ വിധിയാണെന്ന് കരുതി അങ്ങ് സമാധാനിക്കാം. അംബിക അങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് പവിത്രയെ ഇറക്കിയ പെണ്ണിന്റെ പേര് സംയുക്ത എന്നാണ്. അവളുമായിട്ട് ഒരു ബീച്ചിന്റെ അടുത്ത് വന്ന് നിൽക്കുക. താങ്ക് യു സംയുക്ത, വളരെ സന്തോഷത്തോടെ അംബിക പറയുക. ഞാൻ ചെയ്തു തന്ന ഉപകാരങ്ങൾക്കൊക്കെ പ്രത്യുപകാരം ചെയ്യാൻ അവസരം കിട്ടിയപ്പോൾ നീ അതെനിക്ക് കൃത്യമായിട്ട് ചെയ്തു തന്നല്ലോ. അതിനെനിക്ക് നിന്നോട് ഒരുപാട് നന്ദിയുണ്ട്. അംബികേച്ചി എന്നോടൊരു കാര്യം പറഞ്ഞപ്പോൾ അതെനിക്ക് ചെയ്തു തരാതിരിക്കാൻ പറ്റില്ലല്ലോ. പക്ഷേ എനിക്ക് ഒരുപാട് വിഷമവും കുറ്റബോധമുണ്ട്. കാരണം കേരളം ഒരുപാട് ബഹുമാനിക്കുന്ന ഒരാളെയാണല്ലോ ഞാൻ ചീറ്റ് ചെയ്തത്. അതിലൊന്നും വലിയ കാര്യമില്ലടി കൊച്ചേ. കോടിക്കണക്കിന് രൂപയൊന്നും അല്ലല്ലോ നീ വഞ്ചിച്ചത്. ആർക്കും ഒരു ഉപദ്രവം ഇല്ലാത്ത ചെറിയ ഒരാൾമാറാട്ടം. പക്ഷെ എന്തോ സംയുക്തയ്ക്ക് അത്രയ്ക്കും കൊണ്ട് ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു. അവൾക്ക് ഭയങ്കര വിഷമമുള്ള പോലെ കാണുന്നുണ്ട്. അതൊന്നും സാരമില്ല സംയുക്തെ, ചേച്ചിക്ക് ഇതൊക്കെ നിസ്സാരമായിരിക്കും. പക്ഷെ എനിക്കത് അങ്ങനല്ല. നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർത്താൽ പോരേ ചേച്ചി? അതങ്ങനെ പറ്റത്തില്ല. ദയ അർഹിക്കാത്ത ശത്രുക്കളോട് പ്രതികാരം വീട്ടിയേ പറ്റൂ. എന്ന് വെച്ചാൽ ചേച്ചി എന്താ പറയുന്നത്? നീ ഇതുപോലെ പവിത്രയായിട്ട് കുറേ നാളും കൂടെ ഒന്ന് അഭിനയിക്കണമെന്ന്. അയ്യോ ചേച്ചി, അത് വേണോ? എനിക്ക് കുറച്ച് ലക്ഷ്യങ്ങളുണ്ട്. അത് നിറവേറ്റിക്കഴിഞ്ഞാൽ ഞാൻ പിന്നെ നിന്നെ ഇതിൽ നിന്നങ്ങ് മോചിപ്പിക്കാം. എൻ്റെ ഗതികേട് കൊണ്ടാ ചേച്ചി പറഞ്ഞ ഒരു പ്രാവശ്യം ഞാനിത് അനുസരിച്ചത്. ചേച്ചി ഇനി എന്നോട് ഇതിങ്ങനെ പറയരുത്. ചിരിച്ച് വർത്തമാനം പറഞ്ഞ അംബികയുടെ മട്ടവങ്ങ് മാറി. ഞാൻ പറയും, നീ ഇത് ചെയ്തേ പറ്റൂ. ചേച്ചി, ഇത് വലിയ റിസ്ക്കാ. എന്ത് റിസ്ക് ആയാലും നീ ഇത് ഏറ്റെടുത്തേ പറ്റൂ. എനിക്കിതൊക്കെ ചെയ്തു തരാനുള്ള ബാധ്യത നിനക്കുണ്ട്. അത് നീ മറന്നു കളയരുത്. ഇപ്പം നീ തൽക്കാലം പൊയ്ക്കോ. ഞാൻ വിളിക്കുമ്പോൾ വന്നിരിക്കണം. ദേണ്ട ഇങ്ങോട്ട് നോക്കിക്കേ, നീ വന്നിരിക്കണം. ഇല്ലെങ്കിലേ ഈ അംബികാവർമ്മ ആരാണെന്ന് നിനക്ക് അറിയാമല്ലോ. ഗതികേടുകൊണ്ട് വിഷമത്തോടെ ശരിയെന്ന് പറഞ്ഞ് ആ പെണ്ണങ്ങ് പോവുകയാണ്. അംബിക എന്നിട്ട് വീട്ടിൽ വന്ന് ആർക്കോ വളരെ സന്തോഷത്തോടെ വിളിച്ച് സംസാരിക്കുക. ഒരുപക്ഷെ ദീപക്കിനോടായിരിക്കും. രാജുവും ഹൃദയ അംബിക ആരോടാണ് സംസാരിക്കുന്ന ഇങ്ങനെ മറിഞ്ഞെന്ന് നോക്കുന്നുണ്ട്. ആ സമയത്ത് പ്രതാപൻ അങ്ങോട്ട് വന്നിട്ട് ചേച്ചിന്ന് വിളിക്കുവാണ്. ചേച്ചി ഈ രാത്രിയിൽ ആരോടാ ഇങ്ങനെ ഉറക്കം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? അത് മോനെ, സിസ്റ്റർ പവിത്രയോടാ. പകലിവിടെ വന്നപ്പോൾ കൂടുതൽ എനിക്ക് അങ്ങനെ സംസാരിക്കാനൊന്നും പറ്റിയില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഇപ്പം വിളിച്ചതാ. രാജുവും ഹൃദയം മറിഞ്ഞു നിൽക്കുന്നത് അംബിക കാണുന്നുണ്ട്. അംബിക ഇങ്ങനെ ഓട്ടക്കണ്ണിട്ട് അവരെ നോക്കുവാണ്. മോനെ പ്രതാപ, എത്ര നല്ല സ്വഭാവമാ പവിത്രയ്ക്ക്. അന്ന് നിന്നെ ചികിത്സിക്കാൻ വന്നപ്പോഴേ അവരോട് ഒത്തിരി ഒന്നും സംസാരിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. അതിലൊരു കുറ്റബോധം എനിക്കുണ്ട്. എന്തായാലും ഞങ്ങൾ തമ്മിൽ ഇപ്പോൾ വലിയ കമ്പനിയായി. എനിക്കൊരു അനിയത്തിയെ കിട്ടിയ സന്തോഷമാണ്. രാജു ഹൃദയോട് പറയാ, കിട്ടിയ അവസരം ഒരു മാക്സിമം മുതലെടുക്കുവാണല്ലോ. പന്തിപ്പോൾ അവരുടെ കോർട്ടില്ല. അതുകൊണ്ട് നമുക്ക് തൽക്കാലം ക്ഷമിക്കാനേ പറ്റത്തുള്ളൂ രാജു. സിസ്റ്റർ പവിത്രയെ പോലെ ഇത്ര നല്ല സ്വഭാവമുള്ള ഒരു സ്ത്രീയെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല മോനെ. അവരെ ഇങ്ങോട്ട് വിളിക്കാൻ നമ്മൾ വൈകിപ്പോയി. എന്തായാലും അവർക്കൊരു നല്ല ട്രീറ്റ് കൊടുക്കാതെ വിട്ടത് വളരെ മോശമായിപ്പോയി. പവിത്ര അത്തരം ഒരു സ്ത്രീ അല്ല ചേച്ചി. അവരങ്ങനെ ആരുടെ വീട്ടിലും അങ്ങനെ പോവാറില്ല. അവർക്ക് നമ്മളോട് എന്തോ ഒരു പ്രത്യേകത തോന്നിയിട്ട് വന്നതാ. അതേ മോനെ, നിന്റെ ഈ ജീവൻ രക്ഷിച്ചതിന്റെ ക്രെഡിറ്റിന്റെ പേരിലൊന്നും അല്ല അവർ വന്നത്. മറ്റു പലരും ആയിരുന്നെങ്കിൽ ആ പേരും പറഞ്ഞ് നമ്മളോട് പലതും കൈപ്പറ്റുമായിരുന്നു. പവിത്ര ഒരു പ്രതിഫലവും പ്രതീക്ഷിക്കുന്നില്ല. അത് ചേച്ചി പറഞ്ഞത് ശരിയാ. അവർക്ക് യാതൊരു സ്വാർത്ഥ താല്പര്യങ്ങളുമില്ല. വളരെ സ്ട്രൈറ്റ് ഫോർവേഡാണ്. നമുക്കവരെ ഒന്നുകൂടെ വിളിക്കണം മോനെ. അവർ വരുമെങ്കിൽ വിളിക്കുന്നതിന് എന്താ കുഴപ്പം? അവരൊരു നന്മ നമ്മളോട് ചെയ്തതല്ലേ, അത് മറക്കരുത്. അത്രയും പറഞ്ഞിട്ട് പ്രതാപൻ അങ്ങ് പോവുകയാണ്. അംബിക രാജുവും ഹൃതിക നിൽക്കുന്നിടത്തോട്ട് വന്നിട്ട് അവിടെ നിന്ന് നിന്നേ. എന്താ രണ്ടുപേരും ഇങ്ങനെ കുന്തം വിഴുങ്ങിയത് പോലെ അങ്ങ് നിന്നത്? എനിക്കെതിരെ പ്രയോഗിക്കാനെടുത്ത ആയുധങ്ങളൊക്കെ എന്താ ഒടിഞ്ഞു പോയോ? ഇപ്പൊ നിങ്ങൾ സ്കോർ ചെയ്തോ അംബികയെ? പക്ഷെ നിങ്ങളുടെ ഈ സന്തോഷത്തിന് വലിയ ആയുസൊന്നുമില്ല. ഉണ്ടാകൂടി എല്ലാ രാജ്യങ്ങളും മറ്റു രാജ്യങ്ങൾക്കെതിരെ വെല്ലുവിളിക്കുന്നതേ ചില ആയുധങ്ങളൊക്കെ കയ്യിലിരിക്കുന്നത് കൊണ്ടാ. ഈ അംബിക നിങ്ങളെ വെല്ലുവിളിക്കുന്നതും ഈ മാരകായുധം കയ്യിൽ വെച്ചോണ്ട് തന്നെയാ. അതിനെന്താ അംബികയെ, നിങ്ങൾ വെല്ലുവിളി തുടർന്നോ. നമുക്ക് കാണാൻ എന്താ നടക്കാൻ പോകുന്നത്? ഒന്നും കാണാൻ പോകുന്നില്ലടി. നിന്നെയൊക്കെ പൂട്ടിക്കെട്ടി ഞാനൊരു മൂലയിലിരുത്തും. ഇപ്പം നിങ്ങൾക്കൊക്കെ എതിരെ ഞാൻ ഉപയോഗിക്കുന്ന ഈ മാരകായുധം ഉണ്ടല്ലോ സിസ്റ്റർ പവിത്ര, അത് ഞാനായിട്ട് കൊണ്ടുവന്നതൊന്നും അല്ല. നിങ്ങളായിട്ട് അതെടുത്ത് എൻ്റെ കയ്യിലോട്ട് വെച്ച് തന്നതാ. പത്മയെ വെച്ചിട്ടുള്ള ഈ ആൾമാറട്ടക്കളി ഞാൻ അന്നേ അറിഞ്ഞിട്ടും പ്രതികരിക്കാതെ തോറ്റു നിന്നു. അതാടി ദൈവം.
ഒരവസരം വന്നപ്പോൾ ദൈവം ആ ആയുധം എടുത്തെൻ്റെ കയ്യിലോട്ടിങ്ങി തന്നു. ഇനി ഞാനാടി ഈ വീട് ഭരിക്കുന്നത്, നീയൊക്കെ അനുസരിച്ച് നിന്നോണം എന്നിങ്ങനെ രാജുവിനോടും ഹൃതിയോടും പറഞ്ഞിട്ട് അംബിക ഇങ്ങനെ വലിയ തലക്കനത്തോടെ അഹങ്കാരത്തോടെ നടന്നു പോവുകയാണ്. രാജുവിനും ഹൃതിയയ്ക്കും അംബികയ്ക്കെതിരെ ഒന്ന് സംസാരിക്കാൻ പോലും കഴിയുന്നില്ല. രാജുവും ഹൃതിയയും കടൽ തീരത്ത് വന്ന് നിൽക്കുക. രാജു പറയാ, ഋതു ഇതൊരു കൈവിട്ട കളിയാ, കാര്യങ്ങൾ വലിയ പ്രശ്നത്തിലോട്ടാണ് പോകുന്നത്. ഞാനും അതുതന്നെയാണ് രാജു ആലോചിക്കുന്നത്. അംബിക സ്കോർ ചെയ്യുക, പവിത്ര എന്ന കാർഡ് ഇറക്കിയാണ് അവരുടെ കളി. രാജു, നമുക്ക് ആ പവിത്രയായിട്ട് വേഷം കെട്ടി വന്ന സ്ത്രീയെ ഒന്ന് ഭയപ്പെടുത്തി നോക്കിയാലോ? ചീറ്റിംഗ് കേസ് കൊടുക്കുമെന്നൊന്ന് ഭയപ്പെടുത്തിയാലോ? എൻ്റെ ഋതു, ഇതിനിടയ്ക്ക് ഞാൻ അതൊക്കെ ആലോചിച്ചതാ. നമ്മളെങ്ങാനും ഭീഷണിപ്പെടുത്തിയാൽ അവർ ഉറപ്പായിട്ടും അത് അംബികയോട് പറയും. അപ്പോഴും ആ വലിയ ആയുധം അംബികയുടെ കയ്യിലല്ലേ ഇരിക്കുന്നത്. ശരിക്കും വർമ്മ സാറിനെ ചീറ്റ് ചെയ്തത് നമ്മളല്ലേ, അമ്മയെ പവിത്ര എന്ന പേരിൽ കൊണ്ടുവന്നതും. അങ്ങനെ സാറിനെ നമ്മൾ പറ്റിച്ചില്ലേ? അത് എൻ്റെ അച്ഛൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയല്ലേ രാജു? ഉപേക്ഷിച്ച് കളഞ്ഞ ഭാര്യയെ കൊണ്ടുവന്ന് അങ്ങനെ എൻ്റെ ജീവൻ രക്ഷിക്കണ്ടായിരുന്നു എന്ന് പറഞ്ഞാലോ? അത് കഴിഞ്ഞ് നമ്മൾ രണ്ടുപേരും സാറിൻ്റെ മുഖ്യ ശത്രുക്കളായിട്ട് മാറുകയും ചെയ്യും. അതാണല്ലോ അംബികയുടെ മുഖ്യ ലക്ഷ്യവും. എന്ത് ചെയ്യാനാ രാജു? ഒരു വഴി നമുക്ക് പറഞ്ഞു തരാൻ ആരുമില്ലല്ലോ. ഈ സമയത്താണെങ്കിൽ ശ്രീലക്ഷ്മിയും ഹരീഷും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അത് രുക്മിണി ഒളിഞ്ഞു നിന്ന് നോക്കുവാണ്. കൊള്ളാവല്ലോ, ഇത് തന്നെ തക്കാം, ഇപ്പം തന്നെ കൊടുത്തേക്കാം പണി. ആ ദുഷിച്ച മന്ത്രവാദിനി എന്തോ ഒന്ന് ജപിച്ച് ഒരു പൊടി രുക്മിണിയുടെ കൈ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് 3 പ്രാവശ്യം തുടർച്ചയായിട്ട് കഴിച്ചാൽ ആർക്കാണേലും ഭ്രാന്ത് പിടിക്കും. ഇതേ കാട്ടിലുള്ള ഒരു മരത്തിൻ്റെ കറയിൽ നിന്ന് എടുത്തതാ. രുക്മിണി ഇതങ്ങോട്ട് പാല് കലക്കി മരുമോക്ക് കൊടുത്തോളൂ, ഭ്രാന്തങ്ങ് തുടങ്ങിക്കോളും. മന്ത്രവാദിനി പറഞ്ഞ കാര്യങ്ങളാണ്. അങ്ങനെ ഒരു ഗ്ലാസ് പാല് രുക്മിണി ആ പൊടിയിട്ട് കലക്കുവാണ്. പാലങ്ങനെ അവരുടെ ബെഡ്റൂമിൽ കലക്കി വെച്ചിട്ട് രുക്മിണി അവിടെ നിന്ന് ഓടിപ്പോവാണ്. നീ പാല് കുടിച്ച് ഭ്രാന്തായി നടക്കുന്ന എനിക്കൊന്ന് കാണണമെടി. അങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞു കഴിഞ്ഞ് ശ്രീലക്ഷ്മിയും ഹരീഷും കൂടെ അവരുടെ ബെഡ്റൂമിലോട്ട് പോവുകയാണ്. അയ്യോ ഹരീഷ് പാല് കുടിക്കുന്നില്ല. ഇല്ല ശ്രീ, ഞാൻ നേരത്തെ കുടിച്ചതാ, നീ കുടിച്ചോ. അങ്ങനെ ശ്രീലക്ഷ്മി ആ പാലെടുത്ത് കുടിക്കുവാണ്. രാത്രിയിൽ ഉറങ്ങാതെ കണ്ട രുക്മിണി കാത്തു നിൽക്കുവാണ് ഹരീഷിൻ്റെയും ശ്രീലക്ഷ്മിയുടെയും ബെഡ്റൂമിൻ്റെ വാതിക്കൽ. എന്തെങ്കിലും ശബ്ദം അവിടുന്ന് കേൾക്കുന്നുണ്ടോ? ശ്രീലക്ഷ്മി അലറുകയോ പോവുകയോ വല്ലതും ചെയ്യുന്നുണ്ടോ? ഇങ്ങനെ കാത് കൂർപ്പിച്ച് നിൽക്കുവാണ് രുക്മിണി. ഉറങ്ങിക്കിടന്നുകൊണ്ടിരുന്ന ശ്രീലക്ഷ്മിക്ക് എന്തോ ഒരു പരവേശം പോലൊക്കെ കാണിക്കുന്നുണ്ട്. പെട്ടെന്ന് അവൾ ഉറക്കത്തിൽ തന്നെ ഹരീഷിന്റെ കഴുത്തിന് കയറി കുത്തിപ്പിടിക്കുക. അയ്യോ ശ്രീ എന്നും പറഞ്ഞ് ഹരീഷ് ബഹളം വെക്കുന്നുണ്ട്. ഹരീഷിന്റെ കഴുത്തേൽ അവളിങ്ങനെ കുത്തിപ്പിടിക്കുക. അയ്യോ ശ്രീ, എന്നെ വിടെന്നും പറഞ്ഞ ഹരീഷ് കിടന്ന് പൊളയുവാണ്. ശ്രീലക്ഷ്മി ചാടി എഴുന്നേറ്റ് എനിക്ക് പുറത്തു പോകണമെന്നും പറഞ്ഞിട്ട് വലിക്കുവാണ്. ഹരീഷ് അവളെ തടുത്തു നിർത്താൻ പല പണിയും നോക്കുന്നുണ്ട്. നിനക്ക് എവിടെ പോകണം, ഇവിടെ ഇരിക്കും ശ്രീ എന്നൊക്കെ പറഞ്ഞ് ഹരീഷ് അവളെ അടക്കാൻ നോക്കുക. പെട്ടെന്ന് രുക്മിണി കഥവ് തുറന്ന കൊട്ടിന്ന് എടി എന്നും പറഞ്ഞ് വിളിച്ചുകൊണ്ടാണ് ചെല്ലുന്നത്. കിട്ടിയ വാക്കിന് രുക്മിണിയുടെ ചെവിക്കുറ്റി നോക്കി ഒരൊറ്റടി ശ്രീലക്ഷ്മി. അടിയും കൊണ്ട് രുക്മിണി അവിടെ വീഴുക. എന്നെ വിട്, എനിക്ക് പോണം എന്ന് പറഞ്ഞ് ഹരീഷിന്റെ കയ്യിൽ കിടന്ന് പിളയുവാണ്. ശ്രീ, നീ എന്തായി കാണിക്കുന്നേ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഹരീഷ് അവളെ പിടിച്ചടക്കാൻ നോക്കുക. പെട്ടെന്ന് ശ്രീലക്ഷ്മി അങ്ങ് അബോധാവസ്ഥയിലോട്ട് വീഴുവാണ്. അമ്മ പൊയ്ക്കോ, ശ്രീലക്ഷ്മി എന്തെങ്കിലും ദുസ്വപ്നം കണ്ടതായിരിക്കും എന്നും പറഞ്ഞ് രുക്മിണിയെ പറഞ്ഞു വിടുവാണ് ഹരീഷ്. രുക്മിണി ഇങ്ങനെ കവിള് തടകുവാണ്. ചെവിക്കുറ്റിക്കൊന്ന് കിട്ടിയാലും കുഴപ്പമില്ല, സംഗതി വർക്കൗട്ടായല്ലോ. പ്രതാപന്റെ വീട്ടിൽ രാജുവും ഹൃതിയും ഇങ്ങനെ ഇരിക്കുക. യാമിനി അടുത്തോട്ട് വന്നിട്ട് ചോദിക്കുന്നത്, എന്താ മക്കളെ, എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കിട്ടിയോ? ഞങ്ങളിങ്ങനെ ഓരോന്നും ആലോചിക്കുക ചെറിയമ്മ, ഒരു ഐഡിയയും കിട്ടുന്നില്ല. ഈ സമയം നോക്കി ശേഖരേട്ടനും ഇവിടെ ഇല്ലാതായിപ്പ്, അല്ലെങ്കിൽ ഒരു സപ്പോർട്ടെങ്കിലും നമുക്ക് കിട്ടിയാന്. ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നത് എൻ്റെ ഈശ്വര? ചെറിയമ്മ ടെൻഷനാകാതെ, അംബികയെ അങ്ങനെ കത്തിക്കയറാനുള്ള അവസരം നമ്മൾ കൊടുക്കില്ല. അതിനൊക്കെ മുമ്പ് തന്നെ നമുക്കവരെ പൂട്ടാൻ പറ്റും. അപ്പോൾ വർമ്മ അങ്ങോട്ട് വരുന്നുണ്ട്. ഒരു കാര്യം എനിക്ക് നിങ്ങളോട് രണ്ടുപേരോടും പറയാനുണ്ടായിരുന്നു. എന്താ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു ടെൻഷൻ ഉള്ളതുപോലെ? എന്തെങ്കിലും കാര്യമുണ്ടോ? പകരം ഞാൻ 1-2 പ്രാവശ്യം നിങ്ങളെ ശ്രദ്ധിച്ചു. നിങ്ങൾക്ക് എന്തോ ഒരു മൂഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്ന് പറയേ. ഒന്നുമില്ലച്ചാ. ഒന്നുമില്ലല്ലോ സാറിന് വെറുതെ തോന്നിയതായിരിക്കും എന്നും പറഞ്ഞൊരു കള്ള ചിരിച്ചിരിക്കാൻ നോക്കുവാണ് രാജു. നാളെ നമുക്കൊരു ഇന്റർവ്യൂ ഉണ്ട്, ഒരു മീഡിയ ഇന്റർവ്യൂ ആണ്. അതൊരു പുതിയ ചാനലിൻ്റെയാ. ഹോട്ടൽ രാജ ഇന്റർനാഷണൽ വെച്ചാ. നിങ്ങൾ രണ്ടുപേരും ഉണ്ടാവണം എന്നോടൊപ്പം. ശരിയച്ചാ എന്നിങ്ങനെ ഹൃതിക പറയാം. താണ്ട കയറി വരുന്നുണ്ട് അംബിക അങ്ങോട്ട്. ഞാൻ പാർട്ടി ഓഫീസിൽ പോയി മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഹോട്ടലിലോട്ട് വന്നേക്കാം. നിങ്ങൾ രണ്ടുപേരും നേരിട്ട് അങ്ങോട്ട് വന്നാൽ മതി. പ്രതാപ, ഫാമിലി ഇന്റർവ്യൂ അല്ലേ, അപ്പം ഞാൻ വരണ്ടേ? അതിനെന്താ, ചേച്ചിയും കൂടെ പോരെ? ചേച്ചി ഇവരോടൊപ്പം വന്നാൽ മതി. അത് വേണ്ട പ്രതാപ, ഞാൻ നേരിട്ട് വന്നേക്കാം. എന്നാ ശരി ചേച്ചി, അങ്ങനെ ആകട്ടെ എന്നും പറഞ്ഞ് പ്രതാപൻ അവിടുന്ന് പോവുക. അംബികയോട് ഹൃതിക പറയാം, നിങ്ങൾ അവിടെ നിന്ന് നിന്നേ. പണ്ട് മുതലേ നിങ്ങൾ ഈ വിളിക്കാത്തടത്ത് ഉണ്ണാൻ നടക്കുന്നവരാണല്ലോ. ഋതു പറഞ്ഞത് 100% ശരിയാ. ഇവര് പണ്ട് മുതലേ കല്യാണ ഉണ്ണികളിൽ പെട്ടതാ. എൻ്റെ അച്ഛൻ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പ്രതാപവർമ്മ സാറ് സൂര്യമംഗലത്തെ മഹാദേവവർമ്മ സാറിൻ്റെ അടുത്ത് പ്രിയ ശിഷ്യനായിട്ട് വന്നു. അവിടെയും ദാണ്ട ഈ അംബിക വിളിക്കാതെ കയറി ഉണ്ണാൻ വന്നു.
പാവത്താനെ പോലെ തന്നെ നമ്മുടെ യാമിനിയും വിട്ടുകൊടുക്കുന്നില്ല. കുടത്തിനകത്ത് ഗോമൂത്രം കൊണ്ട് നടന്ന് വിൽപ്പനയായിരുന്നല്ലോ ആദ്യകാലത്ത്. ഗോമൂത്രം അമ്പികയെ അറിയപ്പെട്ടിരുന്നത് ചെറിയമ്മേ. പാൽക്കാരി അമ്പികയൊക്കെ പിന്നെ വന്നതാ. നിർത്തടി, നീയൊക്കെ നോക്കിക്കോ, നാളെ ഞാൻ വ്യാജ സിസ്റ്റർ പവിത്രയെ ഇറക്കും. മൂശാട്ട പിടിച്ച മുഖവുമായിട്ട് നടന്ന പ്രതാപന്റെ മുഖത്തിപ്പോൾ കുറുക്കൻ കോഴിയെ കണ്ട മട്ടിലൊരു ചിരിയൊക്കെ വന്നിട്ടുണ്ട്. ഉടനെ തന്നെ അച്ഛന്റെ കല്യാണ സദ്യയെ മോക്കുണ്ണേണ്ടി വരും. നിർത്തമ്പിയെ, അടങ്ങി നിക്കടി അവിടെ, ബാക്കിയുടെ കേക്ക്. അച്ഛനെ അമ്മയെ ഒരുമിപ്പിക്കാനായിട്ടേ അഹോരാത്രം കഷ്ടപ്പെട്ട മകൾക്കും മരുമകനും ഈ അമ്മായിയുടെ വകയാട്ടെ തൂശനിലെ വിവാഹ സദ്യ. 16 തരം കറിയും കൂട്ടിയുള്ളൊരു ഉഗ്രൻ സദ്യ. പവിത്ര പരിണയം, നിന്റെ തന്തയുടെ കല്യാണത്തിന് ഞാൻ നിന്നെ ക്ഷണിച്ചിരിക്കുന്നടി. നിങ്ങൾ 3 പേരും കല്യാണ ഉണ്ണികളായിട്ട് വരണേ. അത്രയും പറഞ്ഞിട്ട് അംബിക പോകുമ്പോൾ ഋതിക പറയാ, രാജു ഉടനെ തന്നെ എന്തെങ്കിലും ചെയ്യണം, ഇവരെ ബ്ലോക്ക് ചെയ്യണം. അതെങ്ങനെയാ ഋതു? സിസ്റ്റർ പവിത്രയായിട്ട് വന്ന് അച്ഛനെ ചികിത്സിച്ചത് എൻ്റെ അമ്മ പത്മാവതിയാണെന്ന് ഞാൻ അച്ഛനെ ബോധ്യപ്പെടുത്താൻ പോവാ. അതിന് തെളിവ് വേണ്ടേ ഋതു? തെളിവൊക്കെ ഈ അമ്പയുടെ കയ്യിൽ തന്നെ ഉണ്ട് രാജു. അച്ഛൻ സിസ്റ്റർ പവിത്രയ്ക്ക് കൊടുത്തുവിട്ട വിഷുക്കോടിയും വിഷുക്കൈനീട്ടമൊക്കെ അമ്മയ്ക്ക് കൊടുക്കുന്ന ആ വീഡിയോ ഋതികയും രാജുവിനെ കൊടുക്കാൻ വേണ്ടി ആ അംബിക രാജുവിൻ്റെ ഋതികയുടെയും പുറകിന് പോയി പത്മാവതിക്ക് വിഷുക്കൈനീട്ടം കൊടുക്കുന്നതിൻ്റെ വീഡിയോ എടുത്തിരുന്നു. പക്ഷേ ഋതു അതെങ്ങനെ അവരുടെ ഫോണിൽ നിന്നെടുക്കും? ഋതിക ഒരു കള്ളച്ചിരിച്ചിരിക്കുന്നുണ്ട്. അത് ഋതിക എടുത്തിട്ടുണ്ടാകുമോ എന്ന് സംശയമുണ്ട്. ദീപക് അനന്തംപിള്ളയെ കാണാൻ പോയിരിക്കുക. അനന്തംപിള്ള ഭയങ്കര ദേഷ്യത്തോടെ 2-3 ദിവസം നിന്നെ കാണാതിരുന്നപ്പോഴേ ഞാൻ പ്രതീക്ഷിച്ചതാ നീ എന്തോ വള്ളിക്കെട്ട് പിടിക്കാൻ പോയിട്ടുണ്ടെന്ന്. നീ എന്തിനാടാ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലെല്ലാം പോയി തലയിടുന്നത്? വിരോധമുള്ളവരെയൊക്കെ ചെന്ന് കൊല്ലാൻ നീ ആരാടാ? യമരാജനോ? യമകാലൻ പോലും ആയുസ് അറ്റവരെ മാത്രമേ കൊണ്ടുപോകൂ. നീ ഇനി ഒന്നും ഇവിടെ ഒന്നും പറയണ്ട. നീ എന്തിന് ചാടി പുറപ്പെട്ടാലും അത് 8 നില തന്നെ പൊളിയും. ആ വർമ്മയെ നീ കൊല്ലാൻ ശ്രമിച്ച കേസിലാണ് ഞാനും കൂടി ഇപ്പൊ അകത്ത് കിടക്കുന്നത്. അങ്കിൾ എന്തോ പറയുന്നത്? എന്റെ അമ്മയെ ഋതികയെ ഇങ്ങനെ ഉപദ്രവിച്ചാൽ അവളെ ഞാൻ വെറുതെ വേണമെന്നാണോ പറയുന്നത്? ആ ഋതികയെ കൊന്ന് നീ അകത്ത് കിടക്കാനാണെങ്കിൽ പിന്നെ എന്തിനാടാ എന്റെ മകളെ നീ കല്യാണം ആലോചിച്ചത്? നീ ഇങ്ങനെ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ മറ്റുള്ളവരെ കൊല്ലാൻ നടന്നാലേ എന്റെ മകളുടെ ഭാവി എന്താവും? ഇങ്ങനെ പോകാനാ നിന്റെ പ്ലാനെങ്കിൽ നമ്മൾ തമ്മിലുള്ള ടേംസ് അങ്ങ് തെറ്റുവേ. നീ ഇന്നലെ വരെ എന്തൊക്കെ മര്യാദകേടുകൾ കാണിച്ചിട്ടുണ്ടെങ്കിലും അതൊക്കെ ഈ അനന്തംപിള്ളയ്ക്ക് വിഷയമല്ല. പക്ഷേ എൻ്റെ മകളെ വിവാഹം കഴിക്കാൻ നീ തീരുമാനിച്ചാൽ അടിമുടി നീ മാറിയേ പറ്റൂ. എടാ, ഞാനും നീ ഒന്നിച്ചിരുന്ന് കള്ള് കുടിച്ചിട്ടുണ്ട്, കൊലപാതക ശ്രമം നടത്തിയിട്ടുണ്ട്, പല ഉടായ്പകളും ചെയ്തിട്ടുമുണ്ട്. പക്ഷെ അതൊക്കെ വേറെ. എൻ്റെ മകളെ നിനക്ക് കല്യാണം കഴിച്ചു തരാൻ നിശ്ചയിച്ച നിമിഷം മുതൽ നീ എൻ്റെ മരുമകനും ഞാൻ നിന്റെ ഫാദർലോയുമാണ്. അങ്കിളെ, ഞാൻ അങ്കിളിൻ്റെ മകളെ കാണാനൊന്ന് അമേരിക്കയിലോട്ട് പൊയ്ക്കോട്ടെ എന്ന് അനുവാദം ചോദിക്കാനായിട്ട് വന്നതാ. അതിനെന്തിനാടാ അനുവാദം? നീ അടുത്ത ഫ്ലൈറ്റിന് അമേരിക്കയ്ക്ക് പൊയ്ക്കോ. നീ ചെന്നവളെ കാണ്. ദീപക്ക് സന്തോഷത്തോടെ പോവുകയാണ്. അംബിക ആർക്കോ ഫോൺ ചെയ്തിട്ട് അവളുടെ ഫോൺ ചാർജ് കുത്തി അവിടെ ഇട്ടിട്ട് പുറത്തോട്ട് പോവുക. ഇത് യാമിനി അവിടെ വന്ന് കാണുന്നുണ്ട്. ഋതികയെ അങ്ങോട്ട് വന്ന് ദേണ്ട അവർ പുറത്തോട്ട് പോയിട്ടുണ്ട് മോളെ, ചെറിയമ്മേ വാ എന്നും പറഞ്ഞ് ഋതിക യാമിനെയും വിളിച്ചോണ്ട് അംബികയുടെ റൂമിലോട്ട് പോയി ആ ഫോൺ എടുക്കുവാണ്. അങ്ങനെ ഇപ്പോൾ അംബികയുടെ ഫോൺ ഋതികയുടെ കയ്യിലാണ്. അംബിക ടോയ്ലറ്റിലോ മറ്റോ പോയതാണെന്നാണ് തോന്നുന്നത്. അംബിക അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, അംബിക കാണുമോ ഋതിക ഇനി ആ ഫോൺ എടുത്തുകൊണ്ട് പോകുന്നത്? പുറകിന് വന്ന് ആ ഫോൺ പിടിച്ചു പറിച്ച് വാങ്ങിക്കുമോ? അതിനു മുമ്പ് തന്നെ ഋതിക ആ ഫോട്ടോസുകളെല്ലാം അവിടെ ഫോണിലോട്ട് സെൻഡ് ചെയ്യുമോ എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അടുത്ത റിവ്യൂവിൽ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.